ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്റെ മോനെ ഗൈസ്, എത്ര കാലത്തിന് ശേഷമാണെന്നറിയോ ഇന്ന് ഞാൻ 11 കിലോമീറ്റർ ഓടി. അതായത് ഈ ഐലൻഡ് മൊത്തം ഓടി ഗൈസ്. ഞാൻ മാപ്പ് ഇവിടെ കാണിച്ചു തരാം. ഭയങ്കര രസമായിരുന്നു ഗൈസ്. ഞാൻ ഇതുവരെ ഈ ഐലൻഡ് വന്നിട്ട് കാണാത്ത എല്ലാം കണ്ട്, ഈ റോഡ് സൈഡുകളിൽ എന്തൊക്കെ ഉണ്ടോ അത് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞ് രാവിലെ തന്നെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇത് പിടിയടാ. അയ്യോ, ഞാൻ കുറച്ച് ആക്ടിവിറ്റി കൂടിപ്പോയി. പുതിയ വ്ളോഗ് ഗൈസ്. അയ്യോ, ഞാൻ ഹൈപ്പർ ആണെങ്കിൽ ഇവിടെ ശാന്തിയായിട്ട് നിൽക്കുകയാണ്. യോഗ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യോഗ? രാവിലെ എഴുന്നേറ്റ് ഓടിയത് കാരണം 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചെത്തി. പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളൊന്ന് വ്ളോഗ് തുടങ്ങാന്ന് വിചാരിച്ചു. അന്തും പാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കണേ ഉള്ളൂ. വെൽക്കം ടു പുതിയ വ്ളോഗ്. എന്തിനാണോ എന്തോ നടക്കാൻ പോണ. നമ്മൾ ഡേ തുടങ്ങിയിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് മോർണിംഗിന് ശേഷം സുഹൃത്തുക്കളെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുകയാണ്. എങ്ങോട്ട് പോണ്ടാ? അതിന്റെ പേര് കയാക്കിംഗ്. അതെ സുഹൃത്തുക്കളെ, നമ്മൾ കയാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അവിടെ നിന്ന് തംസപ്പ് കാണിക്കുന്നുണ്ട്. പാർവതിയാണ് കറക്റ്റ് ഡ്രസ്സ് കേട്ടോ. കാരണം ഒരു തുള്ളി വെയില് അതിന്റെ അകത്തോട്ട് പോകൂല. റെഡി. വാവേ നോക്കാൻ അലി ഏൽപ്പിച്ചിട്ടുണ്ട്. അലി ഇതെന്താടാ തൊപ്പി? അതെ, ഇത് ബൈ ദ ബൈ പാറുണ്ട് തൊപ്പിയാണ്. അലിയാണ് നമുക്ക് എന്ന് ഫുഡൊക്കെ റെഡി ആയി തരണത്. അലിക്ക് ഒരു വലിയ ഷൗട്ട് ഔട്ട് സുഹൃത്തുക്കളെ. അതെ, ഒരുപാട് പേരുണ്ട് കേട്ടോ. ആണല്ലേ. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഇങ്ങോട്ടുള്ള ടൂർ സ്പോൺസർ ചെയ്തിരിക്കുന്ന വെഞ്ചൂറ ഹോളിഡേസിന് ഒരു വലിയ ഷൗട്ട് ഔട്ട്. അവർ ഇവിടെ എവിടെയെങ്കിലും കാണും. അതെ അതെ, അവരുടെ ആൾക്കാരൊക്കെ അവിടെ എത്തിപ്പെടുന്നത്. ഇത് അവരിൽ ഒരാളാണ്. അത് നമ്മുടെ കൂടെ വന്ന വേറൊരു കപ്പിൾസ് ആണ്. അവർ തുഴഞ്ഞു പൊക്കോണ്ടേയിരിക്കുന്നു. എന്താടാ ഇന്നലെ ഫുഡ് പോയ്സണിങ് അടിച്ച്. ഇന്ന് നമുക്ക് ആദ്യം വെച്ചിരുന്ന പരിപാടി. അതെ ഗൈസ്, നമ്മൾ സ്നോർക്കലിംഗ് ആയിരുന്നു ആദ്യത്തെ നമ്മുടെ പരിപാടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഇവിടെ സ്കൂബ ഡൈവിംഗിന് ഇറങ്ങി കുറച്ച് ആൾക്കാരെ വെള്ളം എടുത്തോട്ട് പോയി. അവർ തിരിച്ചു കിട്ടി. ഡീപ് സീയിൽ പോയിട്ട് അണ്ടർ വാട്ടർ സ്കൂബ ഡൈവിംഗ് ചെയ്തായിരുന്നു. സ്കൂബ ഡൈവേഴ്സ് ആണ്. പക്ഷെ കറണ്ട് കാരണം അവരെ വേറെ ഏതോ ഐലൻഡിൽ നിന്നാണ് കിട്ടിയത്. ജീവനോടുണ്ട്, പ്രശ്നമൊന്നുമില്ല അവർക്ക്. പക്ഷെ അത് കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്തിനാണ് കയാക്കിംഗ്. ഇതാണ് നമ്മുടെ അത് വേണോ അല്ലേ? അപ്പൊ അതിട്ടിട്ട് വരാം. പക്ഷെ ഇത് ഇത്ര റിസ്ക് ഇല്ല ഞാൻ ഇതില്. ഇതെനിക്ക് നീന്താൻ കുറച്ച് അറിയാന്നുള്ളതുകൊണ്ട് ഓക്കെ, ഞങ്ങൾ വെള്ളമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ പാർവതി, ആർ യു റെഡി? ചെരുപ്പം തരുന്നു. ചെരുപ്പിട്ടുണ്ടോ? അവിടെ പോണ നീ എവിടെ പോണ? ചെരുപ്പിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം എനിക്കിവിടെ ഉണ്ടാടേ. ഓക്കെ ഓക്കെ, ഞങ്ങൾ റെഡി ആവട്ടെ. ഇതിപ്പോ പാറുവാണല്ലോ തുഴയണത്. ഇപ്പൊ വീഡിയോ നന്ദൂരി ചെയ്യാൻ പറ്റും. കൊള്ളാടാ, കൊള്ളാം. ഓക്കെ, ലൈഫ് ജാക്കറ്റ് സെറ്റ്. ഇനിയിപ്പം റെഡി ആവട്ടെ ഞങ്ങള്. സുഹൃത്തുക്കളെ, കപ്പിൾസ് ഇൻ ഗോവ, കപ്പിൾസ് ഇൻ ലക്ഷദ്വീപ്. നല്ല തണുത്ത് കിടക്കണല്ലേ കുഞ്ഞാ. അങ്ങൊക്കെ എത്തുമ്പം ഇൻ കേസ് ഞാൻ വെള്ളം മറിച്ചിട്ടുണ്ടെങ്കിൽ നീ പാനിക് ആവരുത് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റൂലേ? അതെന്തരന് വേണ്ട, നമുക്ക് ഒന്നിച്ച് പോവാം. നമുക്ക് ഒന്നിച്ച് മറിയണ്ടേ? ഇവന്മാര് കരയെന്ന് പോണില്ലല്ല. അങ്ങനെയുണ്ടാ ഗൈസ്? ബൈ ദ ബൈ, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ കടലിൽ കയാക്ക് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി കടൽ മച്ചാനെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അവ ഒരു ചെറിയ ഫൈബർ ബോട്ടില് നമ്മൾ കടലിലോട്ട് പോയായിരുന്നു. അത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പ്രോപ്പർ കടലില് കയാക്കാണ്. എക്സൈറ്റഡ്. ഈ സ്രാവൊക്കെ കരക്കടിഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കയാക്ക് കരക്കടിഞ്ഞത് ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങളിപ്പം ഒരുവിധം കടലിനകത്താണ്. നമ്മൾ നടന്നു പോണ്. ഇവന്മാരിത് എവിടെ ഉണ്ട്? ഇവിടെ നടന്നൊക്കെ പോരടി. അവരുടെ കയാക്കിന്റെ സൈഡിൽ കൂടെ ആരോ. എന്തു പറ്റി? നമുക്ക് കയാക്ക് ഇല്ലേ? നമുക്ക് കയാക്ക് ഇല്ലേടാ. ചെറിയ ഹോളോ? ഓ ആണോ? ഓഹോ, ഓ ഓക്കെ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണോ? അവര് പറഞ്ഞവരാ?
ആ ഓക്കെ. അപ്പൊ അവര് വന്നിട്ട് നമുക്ക് പോവാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ കടലിൽ കളിക്കാം ഗൈസ്. നിന്റെ അമ്മ എവിടെയാടാ? എവിടെയാടാ നിന്റെ അമ്മ? നിന്റെ അമ്മ എവിടെ? പോന്നൊക്കെ. നിന്റെ അമ്മ ദോ പോണം നിന്റെ അമ്മ. ആ അത് കുഴപ്പമില്ല. അപ്പൊ നന്ദു കോറലൊക്കെ എടുത്തോണ്ട് വരണതാണ്. നന്ദു കുഞ്ഞാ അവര് മറിഞ്ഞല്ലേ? അപ്പോ ആ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, കുഴപ്പമില്ല. അതിൽ പിടിച്ച് കിടന്നാ മതി. ദാണ്ട ഇവിടെന്ന് ഒരു ഇറങ്ങി. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും പിടിച്ച് കിടപ്പുണ്ട്. സേഫാണ്. സേഫ് അല്ലേ അവര്? അവര് സേഫ് ആയിട്ട് നിൽക്കുമല്ലോ. അവർ പിടിച്ച് കിടപ്പുണ്ടല്ലോ. അതിന് മറിച്ചിടാൻ പറ്റുമോ അവിടെ? അടുത്ത് നമ്മളാണ്. പാനിക് ആവാതിരുന്നാ മതി കുഞ്ഞാ. ആണാണ്. അവര് തൊഴിലങ്ങ് എത്തിയട്ടോ. അവര് നല്ല ആംബിയർ ഇട്ട് പോണുണ്ട്. നമ്മുടെ കൂടെ ഉള്ളൊരു കപ്പിൾസ് ആണ് കഴിച്ചത്. സുഹൃത്തുക്കളെ, 2 എണ്ണം കരക്കടിയാറായി. പാറു അവ എവിടെ? നിന്നെ കൊണ്ട് അശോ എടി എന്തു പറ്റിയാ? ഞാൻ പറഞ്ഞ അങ്ങോട്ട് പോവരുത്, ഡെയിലി വരെ പോവാവുന്നു. ഞാൻ പറഞ്ഞ അവസാനം തൊഴിഞ്ഞോളാൻ പറഞ്ഞു. കൊണ്ട് അവിടെ കൊണ്ട് ഇങ്ങനെ ആക്കിയതാ. നീ സേഫ് അല്ലേ? ആക്ടിവിറ്റി ഉള്ളത് ചേട്ടൻ കാർത്തികേണ്ട വിളിച്ചോണ്ട് പോയിട്ട് പോയി അഡ്വഞ്ചർ ഒക്കെ ചെയ്തിട്ട് തരാം. കൊച്ചിനൊരു കുഴപ്പമില്ല. എല്ലാം കണ്ട് ടെൻഷനായടി വീണപ്പോ എന്തൊരു തോന്നി? ആണാ? നടുക്കടല്ല നല്ല ആഴം ഉണ്ടായിരുന്നാണോ അല്ലേ? ഇവിടെ ഞാൻ നോക്കാളോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വരണതേ ഉള്ളൂ. ഞാൻ മുങ്ങിപ്പോയ മോട്ടിവേഷൻ. നീ മുങ്ങൂല. ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ അടി. അതൊന്നും നമുക്ക് അവിടെ കിടക്കുമ്പോ തോന്നൂല. മുങ്ങൂല. ടൈറ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടു പോയി മുങ്ങണം കേട്ടോ. അളിയാ ആ ചേട്ടന്റെ കൂടെ പോയിട്ട് വാ. അളിയാ ആഹാ അവന് വല്ല കൂസലുണ്ടാന്ന് നോക്കിയാണ്. അവ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. സുഹൃത്തുക്കളെ, ഒരെണ്ണം ഇവിടെ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോഴത്തേക്കും ഒരുത്ത അവിടെ ചില്ലടിച്ച് പോണ്. അതുകൊണ്ട് ചില്ലടിച്ച് പോയിക്കൊണ്ടിരിക്കണ്. ഞങ്ങൾക്ക് ഇനി എപ്പോ പോവാൻ പറ്റുമോ എന്തോ. ഇവിടെ വന്നിട്ട് ഇവൻ പിടിച്ചേണ്ട എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. കുഴപ്പമില്ല, പ്ലോട്ട് ചെയ്തോ നാളത്തോളം ആഴ്ച ഉള്ളൂ. തിരിഞ്ഞിട്ട് തിരിയണോ ഞാൻ ഇങ്ങനെ കിടക്കണത്. വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേടി? ഓ ഞാൻ പക്ഷെ ചുമ്മാ ഹൈപ്പടിച്ച് പേടിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. മുക്കൂന്നൊക്കെ പറഞ്ഞിട്ട്. എടാ വള്ളം വലിച്ചവരെ. എന്നിട്ട് നീ എക്സൈറ്റഡ് അവള് മുങ്ങിച്ചത്തപ്പോ. അത് നീ മുക്കിയാടാ. സംഭവം കൊണ്ടങ്ങ് മറഞ്ഞടാ. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അവര് വരും. പതുക്കെ നീന്തിയെങ്കിലും കരയെത്താം. പിന്നെ നീ നീന്തു എന്റെ കടലിലോട്ട് വേണം. അയ്യോ പാവം കരുതുന്നു പോണ്. പെട്ടെന്ന് പേടിക്കാത്ത. ഞാൻ പറഞ്ഞു നമുക്ക് സമാധാനമായിട്ട് വെള്ളമൊക്കെ കവത്തിയിട്ട് പോവാൻ. എന്നെ കൊണ്ടുപോകണം കടല്. നല്ല രസമല്ലേ പാറു? നല്ല രസമല്ലേ? ഞാൻ പറഞ്ഞു ഇത് കണക്ക് നമുക്ക് തിരിച്ചിട്ടിട്ട് നേരെ തുഴഞ്ഞു വരാം. ഞാൻ പറഞ്ഞതാ അങ്ങോട്ട് പോവരുത്. ആ കാണുന്ന വരെ അതുവരെ പോവാം. ഇല്ല മാ പോയിട്ട് വരാം, എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എന്നിട്ട് അവിടെ കൊണ്ട് മിണ്ടാതിരിക്കണ്ടേ? ഇങ്ങനെ അയ്യോടാ മാവേ കരയല്ലേ. അമ്മ തിരിച്ച് ജീവനോടെ. സ്ട്രോബെറി ആണോ കേക്ക്? അല്ല സ്ട്രോബെറി ആണോ കേക്ക്? എടാ ഒന്നുമില്ലടാ. അവിടെ വെച്ചിട്ട് വെള്ളത്തിൽ വെള്ളം ഇരിക്കുകയല്ലേ. വെള്ളത്തിൽ വെള്ളം. ഓ അപ്പൊ ഇവിടെ തിരിഞ്ഞു നിന്നിട്ട് കോരല്ല ചേട്ടാ പറഞ്ഞപ്പം ജീവൻ ഇവിടെ നനഞ്ഞിരിക്കണ്ട. ഉടുപ്പ് നനഞ്ഞിരിക്കണ്ട, എടുക്കണ്ട. നിങ്ങൾ മുക്കിയത് കാരണം ഇനി ഞങ്ങൾക്ക് ഇപ്പൊ പോവാൻ പറ്റൂല. സ്നോർക്ലിങ്ങിന് പോണ ഇപ്പൊ. അയ്യോ മക്കളെ ഒന്നുമില്ല അമ്മക്ക്. കരയണ്ടടാ ചക്കരെ. എന്നെ പിടിച്ച് നമുക്ക് നീന്തി പോവാതെ.
കോമഡി അല്ല രണ്ടെണ്ണം കൂടെ. അലി എടാ അവിടെ ചെന്നപ്പോ എന്ത് കണ്ട് എന്തിരുന്ന് ആ ഹാപ്പിയായി. അലിയുടെ അടുത്ത് പറഞ്ഞ കണക്കാക്ക അലി എന്നെ ഒന്ന് ഇവിടെ എടുത്തോണ്ട് പോവാലി. എന്നിട്ട് ഇവിടെ സ്വാർത്ഥത കാണണം കേട്ടോ. ഞാൻ ഈ മറിഞ്ഞ കപ്പൽ നടുക്ക് ഇവിടെ മറ്റേ കപ്പലിൽ കയറി ഇങ്ങ് വന്നടാ. കയാക്ക് കയാക്ക്. ഓക്കെ ഇനി ഞങ്ങൾക്ക് ഇതിപ്പോ പോകാൻ പറ്റില്ല, വൈകുന്നേരം നടക്കുള്ളൂ. നമുക്ക് സ്നോർക്കലിങ്ങിന് സമയമായി. കുഞ്ഞ നമ്മുടെ കയാക്കിങ് പോയി. നമുക്കേ ഗൈസ് 3 കയാക്ക് ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിന്റെ അടിയിൽ ക്രാക്ക്. അതാണ് നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റാത്തത്. ഇനിയിപ്പോ സ്നോർക്കലിംഗ് കഴിച്ചിട്ട് പിന്നെപ്പോഴെങ്കിലും കയാക്കിങ്ങിന് പോവാം. എനിക്ക് ഇതായിരുന്നു എന്റെ ആഗ്രഹം, അവിടെ കൊണ്ടുപോയി മുക്കണോന്ന്. പക്ഷെ നീ ഇത്ര ടെൻഷൻ അടിക്കൂലായിരുന്നല്ലോ. അയ്യോ, എന്തായാലും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ്. എന്താ പോവാം സ്നോർക്കലിങ്ങിനല്ലേ. എടാ അതിന് ലൈഫ് ജാക്കറ്റ് അതിന് വേണ്ടേ? അവിടെ ഉണ്ടോ? ആ ഓക്കെ അപ്പൊ ഊരിക്കോ. എന്റെ ജാക്കറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോണമൊക്കെയാണ്. ഞാൻ ഇങ്ങോട്ട് തിരിയോ? ഈ ജാക്കറ്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓഹോ കറക്റ്റ് സൈസ് ഫിറ്റ് നോക്കി എടുത്തതാണോ? എന്റെ പൊന്നെ ഗൈസ്, എന്തായാലും വ്യത്യസ്തമായ ഒരു മോർണിംഗ്. സുഹൃത്തുക്കളെ, മുങ്ങിച്ചാവുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് പാറുവും നന്ദുവും കൺഗ്രാജുലേഷൻ. പക്ഷെ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പൊക്കളന്നല്ലേ. ഞാൻ പിന്നെ അവസാനം ആ ചേട്ടനുമായിട്ട് വള്ളമൊക്കെ മറിച്ച് കമത്തിയിട്ട് തിരിച്ചു തുഴഞ്ഞു വന്നു. അവള് ഇവിടെ കരയിലെത്തിയിട്ട് പോലും എന്നെ കുറ്റം പറഞ്ഞല്ല, ഞാൻ വരണമെന്ന് പോലും നോക്കിയില്ല. പിന്നെ ഞാൻ അവിടെ ചത്തു വരുന്നെങ്കിലും കോൺഫിഡൻസ് ആയിരിക്കുന്നത് ഇല്ല. നിനക്ക് അത്യാവശ്യം നീന്താ അറിയാം. എടി വേറൊരു കാര്യം അറിയാവോ? നീ അവിടെ മറിഞ്ഞു കിടന്നപ്പോഴത്തേക്കും വർഷയുടെ അടുത്ത് ചോദിച്ച് പാറുവിന് നീന്തൽ അറിയാവുന്നു. വർഷ പറഞ്ഞ് പിന്നെ പാറു ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞില്ല അവിടെ തോട്ടില് ഭയങ്കര നീന്തലാണത്. ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു, നീ അവിടെ പിടിച്ചു നില്ല്, നീ സമാധാനപ്പെടും, നമുക്ക് അല്ലെങ്കിൽ നീ എന്നെ പിടിച്ചോ, നമുക്ക് പതുക്കെ നീന്തി അങ്ങ് പോവാം. എനിക്കെന്ന് വെച്ചാൽ മറ്റേ ഈ തുഴയണ മറ്റേ സാധനമൊക്കെ എടുക്കണം, അതൊക്കെ എടുത്തോണ്ട് വരാനായിട്ട്. ചുമ്മാ അവർക്ക് പൈസ നഷ്ടമില്ലേ, അതൊക്കെ എടുത്തിട്ട് വരാം, നീ എന്തായാലും എന്നെ പിടിയെന്ന് പറഞ്ഞു. അല്ല അത് ഇനി അവര് നീന്തിയാണല്ലേ പറഞ്ഞ, അത് പുറകിലോട്ട് വലിക്കുകയുള്ളൂ. എന്തായാലും നിനക്ക് ലൈഫ് ടൈം ഓർക്കാൻ ഒരു ഓർമ്മ കിട്ടിയല്ലോ. പക്ഷെ നല്ല രസമായിരുന്നടാ. ആണല്ലേ? നല്ല രസമായിരുന്നു. ഞാൻ ചുമ്മാ ഹൈപ്പ് കയറ്റായിരുന്നു. അല്ല എടാ വർഷം ഒന്നാമത്തെ കാര്യം വെച്ചാലേ നമ്മൾ ഒരുപാട് താഴ്ചയിലല്ല പോയത്. അതെ, ഷാലോ റീഫിലാണ് പോയത്. സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ അവളടുത്ത് പല പ്രാവശ്യം ഇവിടെ തിരയെ കാണാൻ അങ്ങേ അറ്റവും. പ്രശ്നം അത് അങ്ങോട്ട് വലിക്കുക നമ്മളെ. ഇങ്ങനെയല്ലല്ലോ അല്ല അതുകൊണ്ടല്ലടാ, ഇതെന്ന് പറയണതേ നമ്മൾ അങ്ങോട്ട് തിരിച്ച് നീന്തി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റും. അതാണ് അവര് പറഞ്ഞത്, ബ്രോ നീന്തണ്ട ചിലപ്പോൾ തളർന്നു പോകുന്നു. പക്ഷെ അവൻ മറ്റേ അലി പറഞ്ഞു ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് നീന്താൻ പറ്റൂല, പാടാണെന്ന് പറഞ്ഞു. അതൊരു സത്യമാണ്. നിങ്ങൾക്ക് മുങ്ങിയത് കാരണം ഞങ്ങൾക്കും കയാക്കിങ്ങിന് പോകാൻ പറ്റിയില്ല. അല്ല ഞങ്ങൾ വന്നാലേ നിങ്ങൾക്ക് കയാക്കിങ് പോകാൻ പറ്റും. ഒരു ബോട്ടില് പൊത്തല് വീണു നടക്കണടാ. വൈകുന്നേരം നോക്കാം. അത് സേഫ് ആയിരുന്നു. പൊത്ത ബോട്ടിലായിട്ട് നിങ്ങളും കൂടെ ഞങ്ങളെ പുറത്ത് കിടത്താൻ. ഞങ്ങളെന്ന് വന്നെ നിങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ ഇല്ല പിന്നെ. ആ അതെ, പൊത്ത ബോട്ടിൽ വന്നെ സേഫ് ആണ്. ഇനി ഇത് നോക്കണ നോക്കിയാണ് എന്ത്. മനസ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നും പറഞ്ഞിട്ട് ഓ അങ്ങനെയാണോ? നമ്മള് സ്നോർക്കിൾ ചെയ്യാനായിട്ട് എത്തിയപ്പോ ഈ പിള്ളേർ ഇവിടെ ആയിരുന്നു കുഴിയോട് കുഴി. ഇവര് കണ്ടുപിടിച്ച കടൽ ജീവിയാണ് സുഹൃത്തുക്കളെ ഇത്. മൂക്കളം. എനിക്ക് ഏതോ മീനിന്റെ മൂക്കളം. അയ്യോ അത് പെടുത്തുപോയി. ഇതെന്താ ഇത്? ഇതെന്താ ഇത്? അല്ല കാർത്തിക്. അർജുനനല്ല, വിഭീഷണൻ. ചേട്ടാ ഇതെന്താ? പാമ്പോ അല്ലേ? കുഞ്ഞ പാമ്പന്ന്. അങ്ങനത്തെ അല്ലല്ലേ, കടൽ പാമ്പാണോ? പക്ഷെ ഇത് കരയിലാണല്ലോ കിടന്നത്. മണൽ പാമ്പാണെന്ന് തോന്നുന്നു. ചെറുതായി പോയി. എന്ത് ചുക്കി ചുളിഞ്ഞു പോയത്? എന്തോ ജീവിയാണ്. പോട്ടെ, അത് ജീവിക്കട്ടെ.
ജീവിക്കൂ മൃഗമേ. ഓക്കെ, നല്ല കണ്ടുപിടുത്തം മക്കളെ. പോയിട്ട് വരട്ടെ. വാ ഗൈസ്, നമുക്ക് സ്നോർക്കലിങ്ങിന് പോവാം. ഗൈസ്, ഇവനും ഇവിടുത്തെ ഒരു വ്ളോഗറാണ്. നിന്റെ ചാനലിന്റെ പേരെന്താടാ? ലക്ഷദ്വീപുകാരൻ. എന്ത് കണ്ടന്റാ നീ ഇടുന്നത്? നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു വ്ളോഗറുണ്ട്, ഇവനും വ്ളോഗറാണ് ഗൈസ്. നിന്റെ ടേസ്റ്റി ടോക്സ് എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമർ ആണ് മെയിൻലി. യൂട്യൂബിൽ ഇടാറുണ്ടോ? ഇല്ല, ഇൻസ്റ്റാഗ്രാമർ ആണ്. ഇവിടെ പിള്ളേരെല്ലാം പൊളിയാണ് ഇവിടെ. എന്തായാലും ഞാൻ ചോട്ടിക്കൊണ്ടിറങ്ങി ഗൈസ്. ഇതാണ് സെറ്റപ്പ് കേട്ടോ. ഓഹോ, ഇങ്ങനെ നമ്മൾ ഇവിടെ കിടന്ന് മേളിൽ കൂടെ കണ്ണാടിയൊക്കെ വെച്ച് സ്നോ ബോട്ടൊന്ന് ഒതുക്കി പോട്ടെ. ഇത് കടലിലെ നടുക്ക് വിരിട്ടേക്കണ പ്ലാറ്റ്ഫോം ആണ്. ഹായ്, എന്തൊക്കെ ടെക്നോളജികളായി കടലിലുള്ളത് അല്ലേ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫേസ് റിവീൽ ചെയ്യാൻ പറ്റാത്ത കപ്പിൾ. ഇപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം. അളിയാ, അവരാണ് ആദ്യം സ്നോർക്കലിങ്ങിന് ഇറങ്ങാൻ പോണത്. ആഹാ നന്ദു, ഇത് കൊള്ളാം. ഇന്നലെ ഇത് കിട്ടിയിരുന്നെങ്കിലേടാ വെയിലില്ലാതെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കായിരുന്നു. ഇന്നലെ നമ്മൾ മൊത്തം വെയിലായി പോയടാ. അത് കാറ്റുണ്ടായിരുന്നോണ്ടാണ്. കാറ്റ് ആണല്ലേ. ഇത് റിലാക്സിങ് ആണ് കേട്ടാ. കണ്ടടാ നോക്കടാ. ഇങ്ങനെയാണ് തറ കാണുന്നത്. സ്നോർക്കലിങ് ചെയ്യണത്. ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് ശംഖുമൂത്തം ഇട്ടിറങ്ങി നോക്കിയാലേടാ. പുറ്റില്ല, പക്ഷെ കോവളത്തുണ്ട്. ഇത്രയൊന്നുമില്ല, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ബ്രോ, ഇവിടെയും പവിഴപ്പുറ്റ് തന്നെയാണോ? ഓൾ ദി ബെസ്റ്റ്. എന്താ ചവിട്ടാൻ പറ്റുന്ന ആഴമാണോ? അല്ലല്ലേ മുത്തേ, എടാ ഇവിടെ ചവിട്ടാൻ പറ്റുന്ന ആഴമാണോ? അല്ലല്ലേ. അല്ല കേട്ടോ, ആഴമുണ്ട്. പാർവതീനെടാ വീട്ടിൽ നിന്നിട്ട് കുളിക്കാൻ ബക്കറ്റ് നോക്കുമ്പോഴും അയ്യോ വെള്ളം. ഇനി ടെൻഷൻ പോയല്ലേ? എന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെള്ളത്തിൽ കളഞ്ഞ അടിയിലോട്ട് ഇറങ്ങി എടുക്കാനും പറ്റും. അയ്യോ, കൂളിംഗ് ഗ്ലാസ് പോയാ? ഇവളെ വെപ്രാളത്തിൽ നന്ദുവേടി മറ്റേ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ നേരത്ത് കൂളായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അയാളുടെ ഒരു ഗ്ലാസ് പ്ലച്ചെന്ന്. ഞാൻ എന്നിട്ട് അവളടുത്ത് അടുത്ത് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു. പേടിക്കാതിരിക്കാണ്, പിടിച്ചു, ടെൻഷൻ ആവണ്ട. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും കമത്തി അതിന്റെ മണ്ട ഇരുത്താൻ ഒരു കെട്ടിയെടുക്കണ അവിടെ നിന്റെ അടുത്ത് അപ്പോഴേ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണ് ഇന്നും പറഞ്ഞു. ഇവർക്ക് ഓർമ്മയില്ല കേട്ടാ. എന്നിട്ട് പറയണ കേട്ടോ, ഇതോ കടൽ എന്നെ കൊണ്ട് പോണത് നമ്മൾ അറബിക്കടലിൽ ചെന്നാവുന്ന. കുറച്ച് കഴിയുമ്പോ ഈ വഴി പോയാലാണോ ചേട്ടാ തിരുവനന്തപുരം എത്തുക? കോമഡി തന്നെ. പാറു, അടുത്ത പരിപാടിക്ക് പോവേണല്ലേ? റെഡിയാണോ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ എനക്ക്? ആര്? ചെറുതായിട്ട്. അതെ, കയാക്ക് കുറച്ച ആളാ. പൊളിച്ചിട്ട് വാ. നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വള്ളം വന്നു. അമ്പടാ, അത് ഫുള്ളും പിടക്കണ മീനാട്ടോ. ഇതേത് മീൻ? ചാളയാ? അത് മത്തി. കുറച്ചുകൂടെ വലിയത്. ഇത് ചത്തു കേട്ടോ. ഇത് വടിയായി. ഈ സൈഡിൽ കിടക്കണൊക്കെ പിടച്ചതാണ്. ഇതൊക്കെ പിടക്കണതാണ് കേട്ടോ. നിന്റെ മോനാണ് പിടക്കണ. ഹലോ സുഹൃത്തുക്കളെ, അളിയൻ നന്ദു എത്തിയിരിക്കുകയാണ്. ആണല്ലേ? കാണാണ്ടാടാ? ഞാൻ എന്റെ ഫോണിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വർക്കാവും എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. ഓ, വർഷം ഇറങ്ങിയല്ല. അതിനിടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് കാണാവോ ഗൈസ് മീൻ? പക്ഷെ അതിന്റെ അവള് നിക്കണതിന്റെ അടിയിലൊക്കെ മീനാണല്ലേ? ഓ, ഞാൻ കണ്ടടാ, ഞാൻ കണ്ട്. ഓ,
അല്ലടാ വേണ്ടടാ ഞാൻ എടാ ഇതിട്ടിട്ടുണ്ടോ അത് തന്നെ എടുക്കാം. നിനക്ക് ഇതിന് വെള്ളത്തിൽ കടന്നിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ല അത് ഞാൻ എടുത്തോളാം. ഓ ഓക്കെ 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 സെറ്റ്. പാറു എങ്ങനെ ഉണ്ടായിരുന്നടി? സൂപ്പറാ, ഇഷ്ടപ്പെട്ടാ? അടിപൊളിയെന്ന്. അപ്പൊ ഞങ്ങളും കൂടെ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. ഞാൻ ഈ ഫോണും കൊണ്ട് ഇറങ്ങുകയാണ്, ഗോപ്രോ എടുക്കാൻ വിട്ടു. അപ്പൊ ഫോണിന് ഈ കവറിനകത്ത് വെച്ചിട്ടുള്ള ക്ലാരിറ്റിയിലുള്ള മീനുകളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്നല്ലേ ക്യാമറ, കുഴപ്പമില്ല. എവിടെ ആയാലും സാധനം റെക്കോർഡിങ് വന്നിട്ടുണ്ട്. നമ്മളെ അടിപൊളിയടാ, ഒന്നും അറിയണ്ട, എന്തും എല്ലാം ഒപ്പിയെടുക്കാം. എടാ 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 നിങ്ങളെ രണ്ടുപേരും അവിടെ അടി ഇറങ്ങിയിട്ടേ ഈ ശരിക്കും ബിസ്ക്കറ്റ് ശരിക്കും പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ക്യാമറ വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് എടുത്തു തരും. നമ്മുടെ ചുറ്റും ഇതാ. ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ക്യാമറ അപ്പൊ എടുക്കണം, വീഡിയോ എടുക്കണം. പക്ഷെ ഇറങ്ങണ സമയത്തെ കുറെ ഒരുമിച്ച് അങ്ങ് പൊടിച്ചിരുന്ന ഒരുപാട് ഇട്ടാല് ഒരുപാട് ഇടുമ്പോഴാണ് ഒരുപാട് പറഞ്ഞത്. അവസാനം കയറുന്ന സമയത്ത് അവസാനം കാർത്തിക് വർഷയും കൂടെ ഇതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി നിൽക്കുവാണ്. ഇറങ്ങി ഇത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടെ നമ്മളോടുണ്ട്. കാർത്തിക് ഓൾ ദ ബെസ്റ്റ്. അവരൊന്നും കേട്ടൂടാ, ക്യാമറ ആയിട്ട് കാർത്തിക് ഇറങ്ങി. മീൻ വലക്കാർ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ശംഖാണ് കേട്ടോ. ജീവനുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിനെ ട്രിഗർ ഫിഷ് എന്നാണ് പറഞ്ഞത്. മുഖമുണ്ട് ശരിക്കും. ഇതിനിവിടെ എന്തോ കേട്ടോ പറയുന്നത് മീനെ? വങ്കട. ഫുള്ള് വങ്കട തന്നെ അല്ലേ? അവിടെ മീൻ എടുത്തൊക്കെ മീനൊക്കെ സെറ്റ് ചെയ്യുവാണ്. കോറലൊക്കെ വരുന്നുണ്ട്. അവർ തിരിച്ചത് കടലിലേക്ക് തന്നെ അങ്ങിടുവാണ്. വലയിട്ട് നേരത്തെ പറഞ്ഞ് ഒരൊറ്റ ഐറ്റം മീനേ ഉള്ളൂ ഇവിടെ. നാല് വശവും കടലിൽ നമ്മൾ നടക്കുന്നു. ഗൈസ് 4 പ്രാവശ്യം 4 മാസ്കിലും വെള്ളം കയറണം. നമ്മളുടെ മുഖം ചെറുതായോണ്ട് അങ്ങനെ ഒരു ലാസ്റ്റ് ട്രൈക്ക് വേണ്ടി പോവേണ്. ഞാൻ ഇപ്പൊ കയറിയിട്ട് ഇറങ്ങിയുള്ളൂ. എന്തൊരു ഭംഗിയടാ ഇത്. ഓ ഗൈസ്, വീഡിയോയിൽ എത്രത്തോളം ജസ്റ്റിസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം കവറിന്റെ അകത്തായതുകൊണ്ട്. പക്ഷെ മസ്റ്റ് എക്സ്പീരിയൻസ്. ഞാൻ മറ്റേ മീനിന് തീറ്റ എടുത്തപ്പോഴേ ഞങ്ങളവിടെ ചെന്നപ്പോഴേ ഞാൻ പാർവതി അടുത്ത് നിന്ന് ഇങ്ങനെ തീറ്റ പൊട്ടിച്ചിട്ട് കൊടുത്ത് ചുറ്റും മീനായി. സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഒന്നും ഇല്ലാതായി പോയി. അയ്യോടാ, ഭയങ്കര ഒരു കിട്ടില്ല സാധനം ലെവല്. ഭക്ഷണം കൂടെ പോയിട്ട് വരട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ ഒരു സാധനം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവരേന്നുണ്ടല്ലോ ഗൈസ്, നമ്മൾ കുറച്ച് മീൻ എന്തായാലും മേടിച്ചു. വങ്കടയാണ് കേട്ടോ. അത് മത്തിയും ചാളയായാലൊന്നും അല്ല, അത് വങ്കട മീനാണ്. അപ്പൊ വങ്കട തിരുവനന്തപുരത്താണ് വങ്കട. ബാക്കി സ്ഥലങ്ങളിൽ എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പങ്കട. അപ്പൊ ഇത് നമ്മൾ ഇന്ന് പൊരിച്ചു തിന്നാനുള്ള പ്ലാനാണ്. അത് നമ്മുടെ മസാലയും നമ്മൾ പൊരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പൊരിക്കും. ഓ ഇപ്പൊ തന്നെ കൊതി പറഞ്ഞു എനിക്ക്. എന്ത് പറ്റിയടാ ഊര്? ഒക്കണല്ലേടി? ഞാൻ ഏഞ്ചൽ ഫിഷിനെ കണ്ടു. അത് ലാസ്റ്റ് ട്രൈ. ഓക്കെ, അതും കൂടെ ഉള്ളു ഇനി പരീക്ഷിക്കുക. സുഹൃത്തുക്കളെ, അടുത്ത വായു കൂടെ മാത്രം ബ്രീത്ത് എടുക്കാൻ പറ്റുന്ന ഒരു മാസ്കോട് കൂടി വർഷം വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഓക്കെയാണ് കേട്ടോ. ഇത് ഓക്കെയാണ്. പൊളിക്കോളും. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനത്തിലെ വർഷയെ കൊണ്ട് പറ്റും. പുതിയ മോഡേൺ ടെക്നോളജി വർക്ക്ഔട്ട് ആവണില്ല. ബിസ്ക്കറ്റ് ഒക്കെ എറിഞ്ഞ കൊല്ലിയാണ്. പക്ഷെ ചത്തത് അവനാണ്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത എന്താ എപ്പിക് ഡ്രോൺ ഷോട്ട് ഒറിജിനൽ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇവിടെ ടേക്ക് ഓഫ് പെർമിറ്റഡ് ആണ്. കാരണം നമ്മള് എയർപോർട്ടിന്റെ ആ ഒരു നിരീക്ഷണ വലയത്തിന്റെ പുറത്താണ്. കടലിന്റെ നടുക്ക് നമ്മൾ ഒരു ബോട്ടൊക്കെ പിടിച്ച് ഇവിടെ നടുക്ക് വന്ന് അതെ വങ്കടയും വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. വർഷ പോയേട്ടോ, വർഷ സെറ്റായി. ഈ ഷോട്ട് എടുത്തിട്ട് വേണം വങ്കട പോയി തിന്നാൻ. അതെ, ഓക്കെ. എപ്പിക് ഡ്രോൺ ഷോട്ട് ഇൻ 3, 2, 1.